ഉയർത്തിയിടും ഞാൻ എൻ്റെ കൺകൾ തുണയരുളും വൻകീരിയിൽ എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയേ ഇസ്രായേലിൻ കാവൽക്കാരൻ നിദ്രാഭാരം തൂങ്ങുന്നില്ല യഹോവയൻ പാലകൻ താൻ ഇല്ലെനിക്കു ഖേദമൊട്ടും. സ്തോത്രം. വിശുദ്ധ വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 14-16. നീ ഗോപർ മരം കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കുക. പെട്ടകത്തിന് അകത്തും പുറത്തും കീൽ തേക്കണം. പെട്ടകത്തിന്റെ വാതിൽ അതിൻ്റെ അകത്ത് വശത്ത് വയ്ക്കണം. ഹല്ലേലൂയ. ക്രിസ്തുവിങ്കിലേക്ക് വരിക എന്നതിനെ കുറിച്ച് ദൈവത്തിന്റെ വചനത്തിലൂടെ അല്പമായി നമുക്ക് ചിന്തിക്കാം. സ്തോത്രം. പെട്ടകം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ ഹല്ലേലൂയ സൂചിപ്പിക്കുന്ന ഒരു നിഴലായിട്ടാണ് പെട്ടകത്തെ കാണുന്നത്. അത് മരം അഥവാ മാനുഷികം കൊണ്ട് ഉണ്ടാക്കിയതാണെങ്കിലും വെള്ളം പിടിക്കാതിരിക്കുവാൻ അതിൻ്റെ അകത്തും പുറത്ത് കീൽ തേക്കണം. ഹല്ലേലൂയ. മനുഷ്യനായി നാം ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ ദൈവ തേജസ്സിനാൽ നാം മൂടി മറയപ്പെടണം എന്നുള്ളതിനെ ഇത് കാണിക്കുന്നു. ഹല്ലേലൂയ. യേശു മനുഷ്യ ശരീരത്തിന്റെ എല്ലാ ബലഹീനതകളും പരിമിതികളും ഉള്ള മനുഷ്യനായിരുന്നിട്ടും കർത്താവിന്റെ സ്വഭാവം മുഴുവൻ ദൈവികമായിരുന്നു. ഹല്ലേലൂയ. മാംസവും രക്തവും ഉള്ളവനായി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ട് പാപമില്ലാത്ത ഒരു ജീവിതം അഥവാ ജയജീവിതം എങ്ങനെ സാധ്യമാക്കാം എന്നുള്ളത് നമുക്ക് മാതൃക കാണാം. ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റുകളെ അതിജീവിക്കുവാൻ കഴിയും എന്ന് അവൻ നമുക്ക് വെളിപ്പെടുത്തി തന്നു. പെട്ടകത്തിനകത്ത് അകത്ത് ആയിരുന്നവർ മാത്രം വെള്ളത്തിൽ മുങ്ങിപ്പോയില്ല. നാം ക്രിസ്തുവിലേക്ക് ചെല്ലേണ്ടത് ആവശ്യമാണ്. നാം അവനിൽ വസിക്കണം. യേശു കർത്താവിനാൽ നാം സൂക്ഷിക്കപ്പെടണം. അതുപോലെ സ്വന്തം കഴിവിനാൽ ഈ ജീവിതം നമുക്ക് ജയകരമായി ജീവിക്കുവാൻ സാധ്യമല്ല. യേശു കർത്താവ് പറഞ്ഞത്, യേശു കർത്താവിനെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് ക്രിസ്തു തന്നെ പറഞ്ഞിരിക്കുന്നു. അതെ, യേശു കർത്താവിനെ കൂടാതെ നാം പരാജിതരാകും. നമുക്ക് വീഴ്ചയുണ്ടാകും. നാം യേശുവിലിരിക്കുന്നു എങ്കിൽ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. എങ്കിൽ കലങ്ങി മറിയുന്ന വെള്ളത്തിന്മീതെ പൊങ്ങിക്കിടക്കുന്നത് പോലെ ജീവിതത്തിൽ നേരിടുന്ന ശോധനകളിൽ നാം സന്തോഷമുള്ളവർ ആയിരിക്കും. യേശു കർത്താവ് വെളിപ്പെടുമ്പോൾ നാമും യേശുവിനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും. ഹല്ലേലൂയ. പെട്ടകത്തിന് ഒരു വാതിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ക്രിസ്തുവാകുന്ന യേശു കർത്താവാണ് സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി. അത് യേശു മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്, ഇത് ഇടുക്കമായ വഴിയാണ്, അത് ചുരുക്കമായി ഹല്ലേലൂയ, അത് ഇടുക്കവും ഞെരുക്കവുമായിരിക്കുന്നു, അതിലൂടെ കടക്കുന്നവർ ചുരുക്കമെന്ന് മത്തായി 7:14 കാണുന്നു. പുരുഷാരത്തോടു കൂടെ നിങ്ങൾ പോകുന്നുവെങ്കിൽ ലോകത്തെയും ലോകക്കാരെയും പ്രസാദിപ്പിക്കണമെന്ന് ചിന്തിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിലേക്ക് വരുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. യേശു കർത്താവിലേക്ക് വരുവാൻ എല്ലാ പാപത്തിൽ നിന്നും അശുദ്ധിയിൽ നിന്നും ഈ ലോകത്തിന്റെ ഹല്ലേലൂയ ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപങ്ങൾ വിട്ടൊഴിഞ്ഞ് യേശു കർത്താവിന്റെ അതേ സ്വഭാവത്തിൽ നാം ആയി തീരേണ്ടത് ആവശ്യമാണ്. അത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ തീരുന്നതല്ല. ഹല്ലേലൂയ. ആമേൻ. നാം നമ്മുടെ പാപങ്ങൾ യേശുവിനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് മാനസാന്തരപ്പെട്ടതായ ഒരു വ്യക്തി ഹല്ലേലൂയ. ആമേൻ. യേശു കാണിച്ച മാതൃക പ്രകാരം ക്രിസ്തുവിനോട് ചേരുവാൻ നാം സ്നാനമേറ്റ് പരിശുദ്ധാത്മാവ് പ്രാപിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതുന്നു. നാം LKG വിദ്യാഭ്യാസത്തിനായി
ചേർന്നത് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാണ് ഓരോ സ്റ്റെപ്പായിട്ട് ദൈവവചനത്തിലൂടെയും ദൈവദാസന്മാരുടെ ഉപദേശങ്ങളിലൂടെയും ഹല്ലേലൂയ ദൈവശബ്ദം കേട്ടുകൊണ്ടും നാം ഓരോ സ്റ്റെപ്പായിട്ട് ഹല്ലേലൂയ ആമേൻ യേശുവിൻ്റെ സ്വഭാവത്തിലേക്ക് നമുക്ക് വരുവാനായി കഴിയുകയുള്ളൂ. അത് 1-2 ദിവസം കൊണ്ട് തീരുന്നതല്ല, നമ്മുടെ മരണം വരെയും നമ്മെ നിത്യജീവന് ഒരുക്കുന്നതാണ്. അതാണ് യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ സമയം പറഞ്ഞത്, ഞാൻ പോയിട്ട് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ എന്നേക്ക് നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് സകല സത്യത്തിലും വഴി നടത്തേണ്ടതിനുമായി നിങ്ങളുടെ അടുക്കൽ അയച്ചു തരുമെന്ന്. അവൻ വന്ന് നിങ്ങളെ, അതായത് പരിശുദ്ധാത്മാവാകുന്ന ദൈവം വന്ന് നമ്മെ ഹല്ലേലൂയ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്നതാണ്. അപ്രകാരം ഒരു പാപബോധം വന്നാൽ മാത്രമേ ഞാനൊരു പാപിയാണ് എന്നുള്ളൊരു ബോധത്തോടു കൂടെ പാപങ്ങൾ യേശുവിനോട് ഏറ്റുപറഞ്ഞുപേക്ഷിക്കുവാനായി കഴിയും. പ്രിയ സ്നേഹിത, നാം ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെയും നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നതായ സകല കാര്യങ്ങളും എഴുതി സൂക്ഷിക്കുന്നതായ ഒരു ഓർമ്മയുടെ പുസ്തകം സ്വർഗത്തിൽ എല്ലാവരുടെ പേരിലും ഉണ്ട്. ഹല്ലേലൂയ. നാം അറിവായ സമയം മുതൽ ചെയ്യുന്ന സകല കാര്യങ്ങളും അതിൽ എഴുതിയിരിക്കും. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം ഹല്ലേലൂയ 20-ാം അധ്യായം പഠിക്കുമ്പോൾ ഞാനൊരു വെള്ള സിംഹാസനവും അതിലൊരുത്തനിരിക്കുന്നത് കണ്ടു. ഹല്ലേലൂയ. മരിച്ചവർ ആബാലവൃത്തം സിംഹാസനത്തിന്റെ മുന്നിൽ നിൽക്കുന്നത് കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്കെടുത്ത ന്യായവിധി ഉണ്ടായി. ഹല്ലേലൂയ. ഇപ്പൊ നാം പറയുന്ന ഏത് നിസാര വാക്കിനും ഹല്ലേലൂയ ന്യായാധിപ സംഘത്തിന്റെ മുൻപിൽ, ആ ദൈവത്തിന്റെ മുന്നിൽ നാം കണക്ക് പറയേണ്ടി വരും. സ്വന്തം സഹോദരനെ നിസാര എന്ന് പറഞ്ഞാൽ പോലും ഹല്ലേലൂയ ന്യായാധിപ സംഘത്തിന്റെ മുൻപിൽ നിൽക്കേണ്ടി വരും. നിസ്സാര എന്ന് പറഞ്ഞാൽ നാം കുറ്റക്കാരായി മാറും. അങ്ങനെയാണ് എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ എത്രമാത്രം ഭയത്തോടും വിറയലോടും കൂടെ ഓരോ വാക്കുകളും നാം പറയണം എന്നുള്ളത് നാം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. വാക്കുകൾക്ക് ന്യായവിധി ഉണ്ട്. നാം പറയുന്നത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന്, നാം ചെയ്യുന്നതും പറയുന്നതുമായ കാര്യങ്ങൾക്ക് അതിന് തക്കവണ്ണം നാം പ്രാപിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ നിൽക്കേണ്ടി വരും എന്നുള്ളത് ആരും മറന്നു പോകരുത്. ഹല്ലേലൂയ. ആമേൻ. ദൈവം നമ്മുടെ അകൃത്യങ്ങൾ ഓർമ്മ വെച്ചാൽ ആർക്ക് നിൽക്കുവാൻ കഴിയുമെന്ന് ദൈവവചനത്തിൽ ചോദിക്കുന്നു. നമുക്ക് ആർക്കും ദൈവത്തിന്റെ മുന്നിൽ നിൽക്കുവാൻ യാതൊരു യോഗ്യത അർഹതയില്ല. എന്നാൽ ദൈവം മനസ്സലിഞ്ഞ്, യേശുവേ എൻ്റെ ജീവിതത്തിലെ കുറവുകൾ ക്ഷമിക്കണമേ, എൻ്റെ പാപം ക്ഷമിക്കണമേ എന്ന് യേശു കർത്താവിനോട് ഏറ്റുപറയുവാനോ അത് ഉപേക്ഷിക്കുവാനോ മനസ്സുണ്ടെങ്കിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം പഠിക്കുമ്പോൾ, നിന്റെ പാപം എത്ര കടും ചുവപ്പായാലും അത് ഹിമം പോലെ വെളുപ്പിക്കും, രക്താംബരം പോലെ ആയിരുന്നാലും അത് പഞ്ഞി പോലെ ആക്കി തീർക്കും. ഇപ്പൊ നമുക്ക് യേശുവിനോട് ഏറ്റുപറഞ്ഞുപേക്ഷിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ മരിച്ചതിന് ശേഷം ഇതൊന്നും നടക്കൂല. മനുഷ്യർ ജീവിച്ചിരിക്കുമ്പോൾ അവരവർ തന്നെ യേശുവിനോട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദിനംതോറും മാനസാന്തരപ്പെടേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. കുറച്ച് വർഷം മുമ്പേ ഞാനിങ്ങനെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചു, സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവ് പ്രാപിച്ച് ദൈവത്തെ ആരാധിക്കുന്നു. ഇനി എങ്ങനെ വേണോ ജീവിക്കാൻ എന്ന് വിചാരിച്ചാൽ ഒരിക്കലും സ്വർഗത്തിലെത്താൻ കഴിയുകയില്ല. ഹല്ലേലൂയ. ആമേൻ. ദിനംതോറും മാനസാന്തരപ്പെടേണ്ടതാണ്. ഹല്ലേലൂയ. നാവ് ചെറിയൊരു അവയവമെങ്കിലും വളരെ വമ്പു പറയുന്നു. 32 കല്ലുകളാകുന്ന പല്ലുകളെ ഹല്ലേലൂയ വേലി കെട്ടി അതിനകത്താണ് ഈ നാവിനെ ഹല്ലേലൂയ എപ്പോഴും ചൂട് പിടിച്ച് അത് തീയായി കത്താതെ ഇരിക്കാൻ വേണ്ടി നനവോട് കൂടെ നാവിനെ വാക്കകത്ത് ദൈവം സൃഷ്ടിച്ച് സൂക്ഷിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്നാലും പലപ്പോഴും ഈ 38 കല്ലുകളായിരിക്കുന്ന കല്ലുകളാകുന്ന പല്ലുകളെയും ഹല്ലേലൂയ ആമേൻ ഭേദിച്ചുകൊണ്ട് പലപ്പോഴും നാവ് പുറത്തേക്ക് ചാടുന്നു. വളരെ വമ്പു പറയുന്നു. കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു. നാവും ഒരു തീ തന്നെ. ഹല്ലേലൂയ. ആമേൻ. അത് പലപ്പോഴും എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നാവ് തന്നെയാണ്. നമ്മുടെ ഒരു വാക്ക് മതി. ഒരു കുടുംബത്തിനകത്തായാലും ഒരു സഭയിലായാലും ഒരു ദേശത്തിലായാലും ഏത് സ്ഥലത്തായാലും നാവിലൂടെ വരുന്ന വാക്കുകൾ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാതെ പലപ്പോഴും പ്രശ്നങ്ങൾ വരുന്നു.
ഒരു വാക്കായാലും പറഞ്ഞു കഴിഞ്ഞിട്ടായിരിക്കും ചിന്തിക്കുന്നത്, അയ്യോ അത് ഞാൻ പറയണ്ടായിരുന്നു, ഞാൻ പറഞ്ഞത് കാരണം അവരുടെ മനസ്സിന് വിഷമമുണ്ടായി, അവരുടെ മുഖം പെട്ടെന്ന് വാടുന്നത് കണ്ടു എന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. ഇപ്പൊ ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്, തളർന്നിരിക്കുന്നവരെ വാക്കുകളാൽ താങ്ങേണ്ടതിന് ശിഷ്യന്മാരുടെ നാവുകളാണ് ദൈവത്തിന്റെ മക്കളായിരിക്കുന്ന നമുക്ക് കർത്താവ് തന്നിരിക്കുന്നത്. വാക്കുകളാൽ നാം മറ്റുള്ളവരെ താങ്ങുക എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നാം നോക്കിയ വാക്കുകളാൽ പലരെയും തളർത്തുന്നതായ ഹല്ലേലൂയ ആമേൻ, തളർന്നിരിക്കുന്നവരെ കുറച്ചുകൂടെ തളർത്തുന്ന വാക്കുകളാണ് മറ്റുള്ളവരിൽ കാണുവാനായി കഴിയുന്നത്. എന്നാൽ അവരിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് ഹല്ലേലൂയ ആമേൻ, നാം മറ്റുള്ളവരെ സഹായിക്കുന്നവരും അനുഗ്രഹിക്കുന്നവരും വാക്കുകളാൽ ഹല്ലേലൂയ അവരെ താങ്ങുന്നവരുമായിരുന്നാൽ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മിലുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും, നമ്മെ കേൾക്കുന്ന മറ്റുള്ളവർക്കും അത് മനസ്സിലാക്കുവാനായി കഴിയുന്നു. യേശുവിന്റെ സ്വഭാവം എന്നുള്ളത് ആത്മാവിന്റെ ഫലം, പരിശുദ്ധാത്മാവിന്റെ ഫലം. ഒരു വൃക്ഷത്തെ അതിന്റെ ഫലം കൊണ്ട് തിരിച്ചറിയുന്നു. നമ്മിൽ ഏത് ആത്മാവാണ് ഉള്ളത് എന്ന് തിരിച്ചറിയുവാൻ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 19 മുതൽ പഠിക്കുമ്പോൾ ആത്മാവിന്റെ ഫലമോ ഹല്ലേലൂയ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം, ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവും ഇല്ല. അപ്പൊ യേശു കർത്താവിന്റെ ഹൃദയത്തിൽ വസിക്കുന്നു എങ്കിൽ, പരിശുദ്ധാത്മാവിനാൽ ഞാൻ നിയന്ത്രിച്ച് നടത്തപ്പെടുന്നു എങ്കിൽ, ഞാനാകുന്ന വൃക്ഷത്തിൽ ഈ വക ഫലങ്ങൾ പുറത്തു വരും ഇല്ല. ഹല്ലേലൂയ. എന്നിൽ പിശാചാണ് വസിക്കുന്നത് എങ്കിൽ ഹല്ലേലൂയ ആമേൻ, ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, വിഗ്രഹ ആരാധന, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത്, ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. അപ്പൊ ഇതിൽ ഏതെങ്കിലും സ്വഭാവം നമ്മിലും ഉണ്ട് എങ്കിൽ നമുക്ക് ദൈവരാജ്യം അവകാശമാക്കാനായി കഴിയുകയില്ല. ഹല്ലേലൂയ ആമേൻ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 3-ാമത്തെ തിരുവചനത്തിൽ യേശു നിക്കോദെമോസ് എന്ന പള്ളിപ്രമാണിയോട് പറയുന്നത്, ആമേൻ ആമേൻ, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ പാപങ്ങൾ യേശുവിനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശുവിനെ നാഥനും രക്ഷകനും കർത്താവുമായി എൻ്റെ ഹൃദയത്തിൽ സ്വീകരിച്ചാൽ, എൻ്റെ പാപത്തിന് വേണ്ടിയാണ് യേശു കാൽവരി ക്രൂശിൽ യാഗമായത് എന്നും മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ദൈവമായി ജീവിക്കുന്നു എന്ന് നിത്യ നരകത്തിൽ നിന്നുള്ള രക്ഷയ്ക്കായി ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നാം രക്ഷിക്കപ്പെടും. ഹല്ലേലൂയ. അങ്ങനെ ഒരു പുതു മനുഷ്യനായി തീർന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഹല്ലേലൂയ ദൈവരാജ്യം ദൂരെ നിന്ന് നോക്കി കാണാൻ കഴിയും. എന്നാൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 5-ാമത്തെ തിരുവചനം പഠിക്കുമ്പോൾ യേശു നിക്കോദെമോസ് എന്ന പള്ളിപ്രമാണിയോട് വീണ്ടും പറയുന്നു, ആമേൻ ആമേൻ, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. ഇപ്പൊ ദൈവരാജ്യത്തിൽ കടക്കണമെങ്കിൽ മാനസാന്തരപ്പെട്ടതായ ഒരു വ്യക്തി വേണം. അടുത്ത് യേശു കാണിച്ച മാതൃക പ്രകാരം വെള്ളത്തിലിറങ്ങി സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവ് പ്രാപിക്കേണ്ടത്. അങ്ങനെയുള്ളൊരു വ്യക്തിക്കാണ് ദൈവരാജ്യത്തിൽ കടക്കാനായി കഴിയുന്നത്. ഹല്ലേലൂയ ആമേൻ. ആയതിനാൽ നാളുകളിൽ നമ്മുടെ ജീവിതങ്ങളിലെ കുറവുകൾ യേശുവിനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ട് ഹല്ലേലൂയ ഒരു ദിവസം കൂടി ദൈവം ദാനമായി തന്നത് നമ്മുടെ ജീവിതങ്ങളിലെ കുറവുകൾ യേശുവിനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് മാനസാന്തരപ്പെടുവാനാണ്. ഹല്ലേലൂയ ആമേൻ. ജീവിച്ചിരിക്കുമ്പോൾ കുറവുകൾ യേശുവിനോട് ഏറ്റുപറയുവാനും ഉപേക്ഷിക്കുവാനും കഴിയുന്നു. എന്നാൽ മരിച്ചതിന് ശേഷം ഒരു പൂജയോ കർമ്മമോ ഒന്നും ചെയ്ത് ഹല്ലേലൂയ മനുഷ്യനെ നിത്യനരകത്തിൽ നിന്ന് നിത്യസൗഭാഗ്യമായി സ്വർഗരാജ്യത്തിലേക്ക് കൊണ്ടുപോകുവാനായി കഴിയുകയില്ല. ഹല്ലേലൂയ. ജീവിച്ചിരിക്കുമ്പോൾ അവരവർ തന്നെ യേശുവിനോട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. ആയതിനാൽ നാളുകളിൽ ആമേൻ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന സകല വ്യക്തികളും കുടുംബമായി നിത്യജീവനിൽ കണ്ട് സന്തോഷിപ്പാൻ ദൈവം സഹായിക്കണമേ എന്ന് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. യോശുവ ഭക്തൻ പറഞ്ഞ പ്രകാരം ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ ഹല്ലേലൂയ ദൈവത്തെ ആരാധിക്കുമെന്നുള്ള ഉറപ്പോടെ ധൈര്യത്തോടെ ജീവനുള്ള ദൈവത്തിലേക്ക് തിരിയുവാൻ
കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവ് യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പൊ നീ മാത്രമല്ല രക്ഷപ്പെടുന്നത്, നിത്യനരകത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ നീ മാത്രമല്ല നിന്റെ കുടുംബത്തെയും രക്ഷ പ്രാപിക്കുവാൻ തക്കവണ്ണം ഒരു കുടുംബത്തിലെ ഒരു വ്യക്തിക്ക് അല്ലല്ലേ ഈ ഭാഗ്യം കിട്ടിയാൽ അവരുടെ പ്രാർത്ഥനയും ദൈവത്തിൻ്റെ കരുണയും കൃപയും കൊണ്ട് കുടുംബത്തിലെ മറ്റുള്ളവരെയും ഈ അനുഭവത്തിലേക്ക് കർത്താവ് കൊണ്ടുവരുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. അതിനായി കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്കൊരു വിശേഷനോട് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ നല്ല ദൈവമേ കർത്താവേ, ഒരിക്കൽ കൂടി അങ്ങേ നോക്കി സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും തക്കവണ്ണം ആയുസിന്റെ ഒരു ദിനം കൂടി നീട്ടിത്തന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങളെപ്പോലെ ഈ ദിനം കാണാമെന്ന് ആഗ്രഹിച്ച് എത്രയോ പേർക്ക് കാണാൻ കഴിയാതെ കഴിഞ്ഞ രാത്രികാലം ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. അവരെക്കാൾ ഒട്ടും നല്ലവരല്ല എങ്കിലും ഒരു ദിവസം കൂടി തന്നത് ഫലം തന്നില്ലെങ്കിലോ വെട്ടിക്കളയാമെന്ന മധ്യസ്ഥതയിൽ യേശു കർത്താവ് ഒരു ദിവസം കൂടി ഞങ്ങൾക്ക് തന്നതാണെന്ന് അറിയുന്നു. അപ്പാ, ഞങ്ങളുടെ ജീവിതങ്ങളിലെ സകല കുറവുകൾ ക്ഷമിക്കണമേ. യേശുവിന്റെ രക്തത്താലും വചനത്താലും ഞങ്ങളെല്ലാം ഒന്നുകൂടെ കഴുകണമേ, ശുദ്ധീകരിക്കണം. അപ്പാ, വിശുദ്ധനായ ദൈവത്തെ വിശുദ്ധിയോട് ആരാധിച്ച് നിത്യജീവനിൽ എത്തിച്ചേരുവാൻ ഞങ്ങളെല്ലാം അങ്ങ് സഹായിക്കണമേ. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനമെന്ന് ദൈവത്തിന്റെ വചനം ചോദിക്കുമ്പോൾ, ദൈവദാനമായി നൽകിയ ആത്മാവിനെ നഷ്ടമാക്കാതെ സകലരും നിത്യജീവനിൽ കണ്ട് സന്തോഷിപ്പാൻ അങ്ങ് സഹായിക്കണം. അപ്പാ, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കുമെന്നല്ലേ ചെയ്ത കർത്താവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളും സന്തോഷവും സൗഖ്യവും സമാധാനവും പ്രാപിച്ച് നിത്യജീവനിൽ കണ്ട് സന്തോഷിപ്പാൻ അങ്ങ് സഹായിക്കണം. യേശു കർത്താവിന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. യേശു കർത്താവിന്റെ സമാധാനം സകല ഹൃദയങ്ങളിൽ നിറയുമാറാകട്ടെ. ആമേൻ. സ്തോത്രം.